ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ സബ്ജക്റ്റിലെ പുതിയൊരു ടോപ്പിക്കാണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന എക്കണോമിക്സിലെ ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ തുടങ്ങുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ധനകാര്യ സ്ഥാപനങ്ങൾ. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചധികമുള്ള ടോപ്പിക്കാണ്. നമുക്ക് പാർട്ടായിട്ട് വളരെ പാർട്ടായിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പഠിച്ചെടുക്കാം. പിന്നെ ഒരു റിവിഷനും കൂടെ ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിത് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, അടുത്ത് നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. അതെല്ലാവർക്കും അറിയാം. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. ധനകാര്യ സ്ഥാപനങ്ങൾ എത്ര വിധമാണ്? 2 വിധമാണ്. ഏതൊക്കെയാണ്? ഒന്ന് ബാങ്കുകളുണ്ട്, ഒന്ന് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേർതിരിക്കാം. ഒന്ന് ബാങ്കുകളും, 2 ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. അടുത്ത ബാങ്കുകളിലൊക്കെ വരുന്ന ഏതൊക്കെയാണ്? ഒന്ന് വാണിജ്യ ബാങ്ക് വരും അല്ലേ? വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, സവിശേഷ ബാങ്കുകളൊക്കെ ബാങ്കുകളിൽ വരുന്നതാണ്. അപ്പം വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, സവിശേഷ ബാങ്ക് എന്നിവ ബാങ്കുകളിൽ വരുന്നതാണ്. എന്നാൽ എന്താണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ വരുന്നത്? അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ എന്താണ്? ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളൊക്കെ എന്ത് വരുന്നുണ്ട്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ വരുന്നവയാണ്. അതെന്താണ് ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്തിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബാങ്കുകൾ, എന്തൊക്കെയാണ് അവയുടെ ധർമ്മങ്ങൾ എന്നുള്ളതാണ്. ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പം റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? ഈ ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. അപ്പോൾ പൊതുജനങ്ങൾ എന്ത് ചെയ്യുന്നു? വായ്പകൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുന്നു? വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്നു. അടുത്ത പ്രവർത്തനത്തിലെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ തരംതിരിവുകളുണ്ട്. പ്രവർത്തനങ്ങളിലെ വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കുകളെ തരംതിരിക്കാൻ പറ്റും. അതിലാണ് വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ വാണിജ്യ ബാങ്ക് എന്താണെന്ന് നോക്കാം. വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശൃംഖലകളുള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയിൽ ബാങ്കിങ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് ഈ വാണിജ്യ ബാങ്ക്. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയ വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വായ്പകൾ നൽകുകയും ചെയ്യുന്നു. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത സർക്കാരിനാണ്. അപ്പോൾ ഒരു പോയിന്റ് കൂടെ പഠിക്കാം. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും? സർക്കാരിനായിരിക്കും. റിസർവ് ബാങ്കാണ് ഇത്തരം ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. അപ്പോൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത ആർക്കാണ്? സർക്കാരിനാണ്. RBI ആണ് ഇത്തരം ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചാൽ നമുക്കിതൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് ശരി ഏത് തെറ്റെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പം ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും SBIയും BSB അതായത് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും, BSB അതായത് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും ചേർന്നതാണ്, റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ ബാങ്കുകൾ. സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം ഇതിൻ്റെ ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. വാണിജ്യ ബാങ്കുകളുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക, വായ്പകൾ നൽകുക, ചെക്ക് സൗകര്യം നൽകുക, പണമടയ്ക്കലും കൈമാറ്റം ചെയ്യലും നടക്കുക. പണമടയ്ക്കലും കൈകാര്യം ചെയ്യലും, ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കൽ, ലാഭവിഹിതം സ്വീകരിക്കൽ, ലോക്കർ സംവിധാനം നൽകലൊക്കെ എന്താണ്? ഈ വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങളാണ്. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ മനസ്സിലായാലേ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ.
അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. പിന്നെന്താണ്? വായ്പകൾ നൽകുക. നമുക്കിപ്പം 50 പവൻ്റെ സ്വർണം വെച്ചിട്ട് നമുക്ക് വായ്പ വേണമെങ്കിൽ അത് നൽകുന്ന ബാങ്കുകളാണ്. പിന്നെ ചെക്ക് സൗകര്യം ഏർപ്പെടുത്തുന്നു. പണമടയ്ക്കലും കൈമാറ്റം ചെയ്യൽ. ഇപ്പോൾ എനിക്ക് പണം ഒരു സ്ഥലത്തോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ അത് ബാങ്ക് വഴിയേ പറ്റും. ഇപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കൽ, ലാഭവിഹിതം സ്വീകരിക്കൽ, ലോക്കർ സംവിധാനം നൽകലൊക്കെ എന്താണ്? ഈ വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങളാണ്. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്? സമ്പാദ്യ നിക്ഷേപം, സേവിങ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അതായത് കറണ്ട് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം അതായത് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ എന്തൊക്കെയാണിതെന്ന് നമുക്ക് ഒന്ന് പഠിക്കാം. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളൊന്ന് സമ്പാദ്യ നിക്ഷേപമാണ് അല്ലേ. സേവിങ് ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. സമ്പാദ്യ നിക്ഷേപം പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം. നിയന്ത്രണങ്ങൾക്ക് വിധേയമായ നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരം നൽകുന്ന നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിയന്ത്രണങ്ങളുണ്ടാവും, കുറച്ച് നിയന്ത്രണങ്ങളുണ്ടാവും. ആ നിയന്ത്രണങ്ങൾക്കൊക്കെ വിധേയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിക്ഷേപത്തിൽ നിന്ന്, ഞാൻ നിക്ഷേപിച്ച പൈസയിൽ നിന്നും കുറച്ച് പൈസയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഇന്നെന്നറിയപ്പെടുന്നത് സമ്പാദ്യ നിക്ഷേപം എന്ന് അറിയപ്പെടുന്നത്. സമ്പാദ്യ നിക്ഷേപത്തിൻ്റെ ഇംഗ്ലീഷ് പേരെന്താണ്? സേവിങ് ഡെപ്പോസിറ്റ് ആണ് കേട്ടോ. അടുത്ത പ്രചലിത നിക്ഷേപം എന്താണ്? കറണ്ട് ഡെപ്പോസിറ്റ്. പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപണമാണ് പ്രചലിത നിക്ഷേപണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം പിൻവലിക്കാനും നിക്ഷേപിക്കാനും കഴിയുന്നതാണ് പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് എന്ത് ലഭിക്കില്ല? പലിശ ലഭിക്കില്ല. പ്രചലിത നിക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളുമാണ്. ഇപ്പം വ്യവസായികളും വ്യാപാരികൾക്കും എന്താണ്? പൈസ എപ്പോഴും വേണ്ടി വരും, അവരത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്നറിയപ്പെടുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ. സ്ഥിര നിക്ഷേപത്തിൽ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. സ്ഥിര നിക്ഷേപത്തിൽ എന്താണ്? പലിശ നിരക്ക് നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ എനിക്ക് 1 വർഷമാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പലിശ ലഭിക്കും, 10 വർഷമാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പലിശ ലഭിക്കും. അടുത്ത ആവർത്തിത നിക്ഷേപം അതായത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? RD അല്ലേ, RD. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക്, ഇപ്പോൾ എനിക്കൊരു 5 വർഷത്തേക്ക് എല്ലാ മാസവും ഞാൻ എന്ത് ചെയ്തു? ഒരു 5000 രൂപ വെച്ച് നിക്ഷേപിക്കുക. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം എന്നറിയപ്പെടുന്നത്. ആവർത്തിത നിക്ഷേപത്തിൽ സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ്. ആവർത്തിത നിക്ഷേപത്തിൽ എന്താണ്? സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ്. സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും. അപ്പം സ്ഥിര നിക്ഷേപത്തേക്കാൾ എന്താണ്? പലിശ നിരക്ക് കുറവായിരിക്കും. ആവർത്തിത നിക്ഷേപത്തിൽ സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ എന്ത് ചെയ്യുന്നു? കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്താണ്? പക്ഷേ സ്ഥിര നിക്ഷേപത്താൽ കുറവ് പലിശയായിരിക്കും. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്ക് വായ്പയായി നൽകുന്നത്. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് എന്ത് ചെയ്യുന്നത്? ബാങ്ക് വായ്പയായി നൽകുന്നത്. വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വായ്പയുടെ പലിശ നിരക്കിൽ വ്യതിയാനം വരുന്നത്. അതായത് വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത്. വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത്. അടുത്ത് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളാണ് പണവായ്പ, അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് എന്നിവ. പണവായ്പയും ഓവർ ഡ്രാഫ്റ്റും എന്താണ്? വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളാണ്. പണവായ്പയും ഓവർ ഡ്രാഫ്റ്റും. പണവായ്പ എന്താണ്? ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരായ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകുന്ന വായ്പയാണ് പണവായ്പ എന്നറിയപ്പെടുന്നത്. അപ്പം എനിക്കൊരു 25 ലക്ഷം രൂപ വേണം, ഞാനൊരു 50 പവൻ്റെ സ്വർണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ആസ്തിയുടെ മേലിൽ തരുന്ന വായ്പയാണ് അല്ലേ. അപ്പോൾ അതാണ് പണവായ്പ. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരുതരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു വ്യവസായി, അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയാണ്, ഞാനൊരു വ്യവസായിയാണ്, ഞാൻ ഭയങ്കര ഒരു വ്യവസായം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപയുള്ളൂ, പക്ഷേ എനിക്കൊരു 15 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഒരു 15 ലക്ഷം രൂപ എനിക്ക് ബാങ്ക് തരും, പക്ഷേ എനിക്കതിന് എന്ത് ചെയ്യും? അവരൊരു പലിശ ഈടാക്കും. അതാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓവർ ഡ്രാഫ്റ്റ് ആർക്കൊക്കെ പറ്റുള്ളൂ? വ്യവസായികൾക്ക്, അതായത് പ്രചലിത നിക്ഷേപമുള്ളവർക്ക് മാത്രമാണ് ഓവർ ഡ്രാഫ്റ്റ് പറ്റുക. പ്രോമിസറി നോട്ട്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നിവ നൽകുകയും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, വിവിധതരം ബില്ലുകൾ തുടങ്ങിയ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതായത് പ്രോമിസറി നോട്ട്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നിവ നൽകുകയും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, വിവിധതരം ബില്ലുകൾ തുടങ്ങിയ സ്വീകരിക്കുകയും ചെയ്യുന്നു. വായ്പകൾ നൽകാൻ സ്വീകരിക്കുന്ന ഈടുകളാണ് ഭൗതിക ആസ്തികൾ, സ്വർണ്ണമുണ്ട്, വസ്തുവിൻ്റെ ആധാരം മുതലായവ. സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കും. പിന്നെ ശമ്പള പത്രം, സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിന് ഉപയോഗിക്കും. അടുത്ത്
ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്ക് കുറവും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക് കൂടുതലും ആയിരിക്കും. അതായത് നമ്മൾ ബാങ്കിൽ ഞാനിപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊണ്ടിട്ടാൽ എനിക്ക് തരുന്ന പലിശ എന്താണ്, കുറവായിരിക്കും. പക്ഷേ ഞാൻ ഒരു 10 ലക്ഷം ലോൺ എടുത്താൽ ഞാൻ അടയ്ക്കേണ്ട പലിശ ഭയങ്കര കൂടുതലായിരിക്കും. ഈ പലിശ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ബാങ്കിന് ലഭിക്കുന്ന ലാഭമാണ്. ഇതിനെ അറിയപ്പെടുന്ന വ്യാപനം എന്നാണ്. ഇതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? വ്യാപനം എന്നാണ്. ഓക്കെ.